എല്ലാവരോടും പ്രത്യേകമായൊരു അറിയിപ്പ്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഇത് കുറെ ആളുകൾക്കൊക്കെ അറിയാം, എങ്കിലും ഒന്നുകൂടി പറയാണ്. ബാംഗ്ലൂരിൽ നിന്ന് പുട്ടപർത്തിയിലെത്തി ആന്ധ്രാപ്രദേശിലെത്തി സത്യസായി ബാബ എന്ന ഹോസ്പിറ്റല്. പുട്ടപർത്തിയിലാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത്. ഞാനിപ്പോൾ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ ഉള്ള പ്രത്യേകത, ശ്രീ സത്യസായി ബാബയുടെ ഹോസ്പിറ്റല് ഫുള്ള് ഫ്രീ ആണ്. ഹാർട്ട്, യൂറോളജി, കണ്ണ്, അതുപോലെ തന്നെ ഓർത്തോ, എല്ല്, ഈ 4 രോഗം കൊണ്ടും വിഷമിക്കുന്ന ആളുകൾക്ക്, നാട്ടിൽ വലിയ പൈസ വേണം ഓപ്പറേഷന് എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കുന്ന ആളുകൾക്ക് വെറും ആധാർ കാർഡ് കൊണ്ട് ഇവിടെ വന്നാൽ ഫുള്ള് ഫ്രീ ആണ്. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കൂടെ ബൈസ്റ്റാൻഡർ ഒരാൾ വേണം, അറ്റൻഡർ വേണം എന്ന് മാത്രം. നാട്ടിൽ ചികിത്സിച്ച റെക്കോർഡ് കയ്യിൽ വേണം, പക്ഷെ അത് അവർ കാണുന്നുള്ളൂ, വിശ്വസിക്കൂല. അവർ വേറെ പുതിയതാണ് എടുക്കുക. അവർ ഫുള്ള് ചെക്കപ്പ് നടത്തിയിട്ടാണ് ഇവിടെ വിധി എഴുതുക. ഓപ്പറേഷൻ വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും. എല്ലാറ്റിനും നല്ല പരിഹാരം. 1 രൂപയുടെ 5 പൈസ പോലും ചെലവില്ലാതെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പൂർണ്ണമായും രോഗങ്ങൾ മാറ്റി സുഖമായി നാട്ടിലേക്ക് പോകാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ വലിയ വലിയ സംഖ്യ കൊടുക്കേണ്ട ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കേരളക്കാർ കുറേ ഉണ്ട്. ഇനി ഹിന്ദി അറിയാത്തവർക്കും വിഷമിക്കേണ്ട, ഇവിടെ മലയാളി സിസ്റ്റർമാർ കുറേയുണ്ട്, നഴ്സുമാരുണ്ട്. എന്തുകൊണ്ടും നല്ല ഉപകാരപ്പെട്ട ഒരു സ്ഥലമാണ്. എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാരും അറിയാതെ പോകരുത്. നാട്ടിൽ പല ആളുകളും ഹാർട്ട് രോഗത്തിനും പല രോഗത്തിനും ചികിത്സക്ക് വേണ്ടിയിട്ട് കാശ് പിരിക്കാറുണ്ട്. പക്ഷെ അവരോടൊക്കെ ഞാൻ പറയണ, ഈ കാശ് പിരിക്കണേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ പൂർണ്ണമായും ഫ്രീ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തേണ്ട ചാൻസേ ഉള്ളൂ. ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നാട്ടിലേക്കുള്ള രോഗിക്കുള്ള ടിക്കറ്റ് ഫ്രീ, ട്രെയിനിന് ടിക്കറ്റ് ഫ്രീ ആണ്. കൂടെയുള്ള അറ്റൻഡർക്ക് പകുതിയാണ്, ഹാഫ് ടിക്കറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായിട്ട് കാണേണ്ടതില്ല. അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയാണ്. നാട്ടിലെ ചികിത്സ കൊണ്ട് വിഷമിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് ചികിത്സ ചെയ്യാതിരിക്കുന്ന ആളുകൾ, ഹാർട്ട് രോഗികൾ, കണ്ണ് പ്രശ്നക്കാര്, അതുപോലെ തന്നെ എല്ലിന്റെ പ്രശ്നമുള്ളവർ, യൂറോളജി, വയറ് സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് ഈ സത്യസായി ബാബ ഹോസ്പിറ്റല്. ഞാനിപ്പോൾ അതിന്റെ പുറത്തിരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വിവരം അറിയിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത്. നാട്ടിൽ പാവങ്ങൾക്കൊക്കെ വലിയൊരു മുതൽക്കൂട്ടാണ് സത്യത്തിൽ ഈ ഹോസ്പിറ്റല്. ഇവിടെ ജാതി മതം ഭേദമന്യേ തന്നെ ലവ് ആൾ സെർവ് ആൾ എന്നാണ് ഇവിടുത്തെ മെയിൻ ഗേറ്റിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുക്കുക. ഇവിടെ പ്രസംഗവും അത് തന്നെയാണ്. മതമോ ജാതിയോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല എന്നതാണ്. രാവിലെ ക്യൂ നിൽക്കണം. 5 മണിക്ക് 6 മണിക്ക് വന്നിട്ട് ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള ആധാർ കാർഡും അതിൻ്റെ ഒരു കോപ്പിയും, അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ചികിത്സിച്ച ആ ഡോക്യുമെന്റുകളും കൂടെ ഒരു അറ്റൻഡറും മാത്രം വന്ന് ക്യൂ നിൽക്കുക. അത് 4 സെക്ഷനുണ്ട് ഇവിടെ. ഹാർട്ട്, വയറ്, എല്ല്, കണ്ണ്. ഏതാണോ നിങ്ങളെ രോഗമെങ്കിൽ ആ രോഗത്തിന്റെ സെക്ഷനിൽ പോയി നിൽക്കുക. സെക്യൂരിറ്റി ടോക്കൺ തരും. ആ ടോക്കൺ കിട്ടിയ ശേഷം ഉള്ളിലേക്ക് കയറി നിങ്ങൾ ആധാർ കാർഡ് മറ്റൊക്കെ പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വലിയ സെക്ഷനിലേക്ക്, ഇവിടെ നിന്ന് ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെയാണ് പിന്നെ വലിയ ഡോക്ടർമാരൊക്കെ ഇരിക്കുന്നത്.
അവർ സ്കാനിങ്ങും എല്ലാം ഫുള്ള് ഫ്രീ ആണ്. എല്ലാം നടത്തിയിട്ട് നിങ്ങൾക്ക് രോഗനിർണയം അവർ 2-3 ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷം രോഗനിർണയം വന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണെങ്കിൽ അത് പറയും, ഓപ്പറേഷൻ ഇവിടെ ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേഷൻ വേണ്ട മരുന്നാണെങ്കിൽ മരുന്ന് എഴുതി വിടും. അത്രയും നല്ല വിദഗ്ധ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ വല്ല വിദഗ്ധ ഡോക്ടർമാരാണ്. ഇവിടെ പാവങ്ങള് പണിക്കാര് എന്നൊന്നുമില്ല. എല്ലാവരും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. പണക്കാർക്കും വരാം, പാവപ്പെട്ടവനും വരാം, എല്ലാവർക്കും ചികിത്സ ഫ്രീ ആണ്. ഇതെല്ലാവർക്കും ഓർമ്മയിലേക്കായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. എല്ലാവരും ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.